ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈൽ അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയാലോ. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കിയെടുക്കാം. വരൂ, നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് നല്ല എരിവും കളറും ഉള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും മിക്സ് ചെയ്തും ഉപയോഗിക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും ഒരു 2.5 ടീസ്പൂണോളം ഹങ്കേർഡ് ഉപയോഗിക്കാം. ഹങ്കേർഡ് പറഞ്ഞാൽ നമ്മുടെ കട്ട തൈരാണ്. നോർമൽ തൈര് അരിപ്പയിലോട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാകും. ഇനി ഒരു 2.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലോട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മസാലയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനേ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടില്ലേ, പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല ജ്യൂസിയും ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ, അതേ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കിട്ടുക. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഞാൻ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് മുതൽ എത്ര നേരം വേണമെങ്കിലും വെക്കാവുന്നതാണ്. എത്ര നേരം വെക്കുന്നോ അത്രയും മസാല എല്ലാം പിടിച്ച് ടേസ്റ്റ് കൂടും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുത്ത ശേഷം ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിന് മുന്നേ ചേർക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അരിപ്പൊടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ചിക്കനിലെ വെള്ളത്തിൻ്റെയൊക്കെ അളവനുസരിച്ചിരിക്കും. ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ അരിപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ടൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച ശേഷം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തട്ടുകടയിലൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണോ ഫ്രൈ ചെയ്യുന്നതെന്ന് സംശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കി ശുദ്ധമായത് കഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം നല്ല ഹൈയിലാണ് ഇരിക്കേണ്ടത്. ചിക്കൻ പീസസ് വെച്ച് കൊടുത്ത ശേഷം നിങ്ങൾക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. അപ്പോഴാണ് പുറമേ ക്രിസ്പിയും അകമേ ജ്യൂസിയും ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടുക. അടിവശം ഒന്ന് ആയി കഴിയുമ്പോൾ മറച്ചിട്ട് കൊടുക്കണേ. നമ്മൾ ചിക്കൻ ഇതിലോട്ട് ഇട്ട ഉടനെ തന്നെ ഇളക്കാനോ മിക്സ് ചെയ്തെടുക്കാനൊന്നും നിൽക്കരുത്. അപ്പോൾ അതിൻ്റെ മസാലയും കോട്ടിങ്ങും ഒക്കെ ഇളകിപ്പോവും. ഇങ്ങനെ ചിക്കൻ്റെ 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഹൈയിലോട്ട് തന്നെ മാറ്റാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇനി ചിക്കൻ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു ഫ്രൈ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്